രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നുള്ളത്. ഒന്നാമത്തേത് ഒരു വാഞ്ചോ കേക്ക് സിമ്പിളായിട്ട് എങ്ങനെ പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതും, പിന്നെ ഒരു ടൂട്ടർ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് റെഡിയാക്കുന്നത്. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാഞ്ചോ കേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡറായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കേക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് അത്യാവശ്യം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളതുകൊണ്ട് തണുപ്പിച്ചാലേ ഒഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കേക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം എനിക്ക് തണുപ്പിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ മാക്സിമം കിട്ടിയ സമയം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ എടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടാണ് ഗനാഷ് റെഡിയാക്കിയിട്ടുള്ളത്. അത് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കട്ടി കുറവാണെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടി കുറഞ്ഞിട്ടല്ല, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള രീതി തന്നെയാണ്. എന്നാലും നോർമലി ചെയ്യുന്നതിനേക്കാളും കുറച്ച് ലൂസാക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇതേപോലെ മുകളിൽ ഗനാഷ് ഒഴിച്ചിട്ട് എനിക്ക് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആദ്യം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ തന്നെ നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടി ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി മിക്സാക്കി എടുക്കാൻ പറ്റില്ല. ആദ്യത്തേത് പെട്ടെന്ന് അങ്ങ് സെറ്റായി പോകും. അപ്പോൾ ആദ്യം സെറ്റാവുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ഒരു ലൈൻ ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഒരു പേനയുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പേനയുടെ അടപ്പോ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്, എനിക്ക് ഇതേപോലെ ഫോണ്ടൻറ്റിൻ്റെ ഒരു ടൂൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് ഒരു ഡിസൈനും കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് എങ്ങനെയാണോ അപ്പോൾ തോന്നുന്നത് ആ രീതിക്കൊന്ന് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഇന്നതുപോലെയൊക്കെ ചെയ്യണം അങ്ങനെ ഒരു അളവും കാര്യങ്ങളോ പ്രത്യേകിച്ച് ഒരു ഡിസൈനോ അങ്ങനെയൊന്നുമില്ല. രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ചോക്ലേറ്റ് പെട്ടെന്ന് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ചെയ്ത് കൊടുക്കണം. കേക്ക് നല്ല തണുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് സെറ്റായി പോകും. അപ്പോൾ അത് റെഡി ആവുന്നതിന് മുന്നേ തന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റും കൂടി അതിലൊഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതേപോലെ രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ബാക്കി വരുന്ന ഹാഫ് പോർഷൻ ഉണ്ടല്ലോ അവിടെ വേറെ എന്തെങ്കിലും ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡിസൈനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഡെക്കറേഷൻ ഞാൻ മുന്നേ ചെയ്തതിൽ ഒരു 2-3 പീസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡറായിരുന്നു, അതുകൊണ്ട് എനിക്ക് വേറെ ഡിസൈനൊന്നും ചെയ്യാനങ്ങനെ ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്ലിറ്ററും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 1 kg ആയിരുന്നു. അപ്പോൾ 1/2 kg ചോക്ലേറ്റ് കേക്കും റെഡിയാക്കി, 1/2 kg വാനില കേക്കും. അപ്പോൾ അങ്ങനെ 2 കേക്ക് റെഡിയാക്കിയിട്ടാണ് 1 kg ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കേക്കിന് 2 ലെയറുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ലെയറാണ് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം കേക്കിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1 kg ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാ 1 kg ചെയ്യുന്നതിനേക്കാളും ഈ വാഞ്ചോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് കൂടുതലുണ്ടാവും. പിന്നെ നമ്മൾ ചോക്ലേറ്റ് മുകളിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ചോക്ലേറ്റ് ഡെക്കറേഷൻ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് 3 ലെയറിലും നമുക്ക് ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ആയിരിക്കും ഈ വാഞ്ചോ കേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റും കുറച്ച് കൂടുതലായിരിക്കും സാധാ ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ അതെല്ലാം ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം പിന്നെ കേക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടൂട്ടർ കേക്കിൻ്റെ ഒരു ബോക്സ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ അതിൽ കേക്ക് ഈ കേക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോക്സ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഇതേപോലെ ഒരു ബോക്സ് റെഡിയാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ബോക്സ് അങ്ങ് അടച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ അതിന് നമ്മൾ അടയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ അടയ്ക്കുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം. അതായത് നമ്മൾ കേക്ക് ബോക്സ് 2 എണ്ണം എടുക്കണം. എന്നിട്ട് ഇതേപോലെ 2 കേക്ക് ബോക്സിൻ്റെയും നമ്മൾ കേക്ക് വെക്കുന്ന ഭാഗമുണ്ടല്ലോ ഇതേപോലെ ഒന്നാക്കി വെച്ചതിന് ശേഷം, ഒന്നിലിപ്പോൾ കേക്ക് ഇരിക്കുന്നല്ലോ അതേപോലെ ഒരു ബോക്സും കൂടി ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക. നേരത്തെ കട്ട് ചെയ്തില്ലേ അതേപോലെ 2ൻ്റെയും ഓരോ വശങ്ങളും കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ അടയ്ക്കുന്ന ഭാഗം 2 ബോക്സിൻ്റെയും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കേക്ക് ഇരിക്കുന്ന 2 ബോക്സ് ഉണ്ടല്ലോ അത് 2 എണ്ണം കിട്ടും. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് 2 ഭാഗങ്ങളും കിട്ടും. അപ്പോൾ അതിൽ ആ കട്ട് ചെയ്ത് മാറ്റിയ 2 ഭാഗങ്ങളും നമ്മൾ കേക്ക് ഇരിക്കുന്ന ബോക്സിൻ്റെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ടേപ്പ് വെച്ചിട്ട് അത് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എന്നിട്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അത് രണ്ടും കൂടി അങ്ങ് കവറായി വരും. കേക്ക് ഫുള്ളായിട്ട് കവറായി വരും. ഇപ്പോൾ കണ്ടില്ലേ 2 ബോക്സ് ആക്കി വന്നില്ലേ. നമ്മൾ കേക്ക് വെച്ചിട്ടുള്ള ഒരു ബോക്സും പിന്നെ അടയ്ക്കാനുള്ള ഒരു ബോക്സും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തെ ഒരു വശത്ത് ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റാപ്ലെയർ വെച്ചിട്ട് അടിച്ചാലും മതി. അതിനേക്കാളും എനിക്ക് തോന്നുന്നു ടേപ്പ് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിൻ്റെ പിന്നൊന്നും ഇളകി കേക്കിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് വെച്ച് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡും അതേപോലെ ഒരു പീസ് വേറൊരു ബോക്സിൻ്റെയും കൂടി നമ്മൾ കട്ട് ചെയ്തതുണ്ടല്ലോ അതും ഇപ്പുറത്തെ വശത്ത് അതേപോലെ തന്നെ അതും കൂടി ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം
മുകൾ വശത്ത് നമ്മൾ കേക്ക് ഇരിക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, അതേപോലുള്ള ഒരു പീസിന് ബാലൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മുകൾ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹൈറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ആ അടയ്ക്കുമ്പോൾ കേക്ക് ടച്ച് ആവണുണ്ടോ എന്ന് നോക്കണം. അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്കാണെങ്കിൽ നമുക്ക് ഈ രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാ കേക്ക് ബോക്സ് വാങ്ങുന്നതൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് ഈ 2 ടയർ കേക്കിൻ്റെ ബോക്സൊക്കെ വാങ്ങാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മൾ കേക്കിൻ്റെ പ്രൈസും ബോക്സിൻ്റെതും എല്ലാം കൂടി വാങ്ങുമ്പോൾ കസ്റ്റമറിന് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി റേറ്റൊക്കെ കുറച്ചിട്ട് നമുക്ക് ഇതേപോലെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബോക്സ് റെഡിയാക്കിയാൽ മതി. വേറൊരു രീതിയിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാതെ തന്നെ വേറൊരു രീതിയിലും കൂടി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളൊരു ബോക്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 2 സൈഡും ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് മുകൾ ഭാഗത്തും കൂടി അടച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് അത് കവറായി വന്നോളും. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അടയ്ക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകൾ വശത്ത് കേക്ക് ഇങ്ങനെ ടച്ച് ആവണുണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അങ്ങനെ ടച്ച് ആവണുണ്ടോ എന്ന് തോന്നിയാൽ നമ്മൾ 2 സൈഡും ഒട്ടിച്ച് കൊടുത്തതുണ്ടല്ലോ, അത് കുറച്ച് മുകളിലേക്കാക്കി ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ താഴ്ത്തിയല്ലേ വെച്ചേക്കുന്നത്, അത് കുറച്ചും കൂടി മുകളിലേക്കാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കേക്കിൻ്റെ അളവനുസരിച്ചത് 2 ടയർ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ടോൾ കേക്ക് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അത് ഓരോന്നിൻ്റെയും ഹൈറ്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെ മുകളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ താഴ്ത്തിയിട്ട് ഇതേപോലെ ആണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി ഒന്ന് കമൻറ്റായിട്ടും കൂടി അറിയിച്ചേക്കണം. അപ്പോൾ ഇതേപോലെ പിന്നെ നമുക്ക് മുകളിൽ ആ ബോക്സും കൂടി അടച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് സെറ്റായി കിട്ടും. അധികം റേറ്റ് കൊടുത്തിട്ട് 2 ടയറിൻ്റെ ബോക്സ് വാങ്ങുന്നേക്കാളും നമുക്ക് ഇതേപോലുള്ള ബോക്സ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കസ്റ്റമേഴ്സിനും അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർക്ക് നമ്മളല്ലെങ്കിൽ അതിൻ്റെ ക്യാഷും കൂടി ചേർത്തിട്ടല്ലേ വാങ്ങുന്നത്. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്കും ഒരു സന്തോഷമാണ്. അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറച്ചാണല്ലോ നമ്മൾ വാങ്ങിയതെന്നുള്ളൊരു സന്തോഷം നമുക്കും ഉണ്ടാവും, അവർക്കും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും.